നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. രാസവള വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കേരള കർഷക സംഘം പോസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മാസം മുമ്പ് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. രാസവള വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത, ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ, ഏരിയ ട്രഷറർ MV സതീഷ് ബാബു, അൽജു പുള്ളിക്കൻ, K രാജേഷ്, PS പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുതൽ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല തകർക്കുന്ന നയങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും 2014 അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി കാർഷിക മേഖല കോർപ്പറേറ്റുവൽക്കരിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി രാജ്യത്താകമാനം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. രാസവള വില വർധനവിനെതിരെ കർഷക സംഘം ഒല്ലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച തലോർ പോസ്റ്റ് ഓഫീസ് ഉപരോധം സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. ജോസ് തെക്കേത്തല അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KM വാസുദേവൻ, PS ബാബു, KA അനിൽകുമാർ, പത്മജാദേവി, MB സജിൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് TM യോഹന്നാൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷനായി. KSSPU ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് VV വേലായുധൻ, യൂണിറ്റ് ട്രഷറർ KK സത്യൻ, യൂണിറ്റ് സെക്രട്ടറി K ഹരിദാസൻ, KSSPU സംസ്ഥാന കൌൺസിൽ അംഗം TV മോഹൻ, NN സുലേഖ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ KG കൈലാസനാഥൻ, KS അർഷാദ്, VA കുഞ്ഞിക്കുട്ടൻ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ K ലീലാവതി, K വിമലാദേവി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സമ്മേളനം പഴയന്നൂർ ബ്ലോക്കിൽ വെച്ചിട്ടാണ്. അതുപോലെ സംസ്ഥാന സമ്മേളനം, അടുത്ത സംസ്ഥാന കൗൺസിൽ സംസ്ഥാന സമ്മേളനം കോഴിക്കോടാണ് തവണ. ഈ 33 വർഷം കഴിയുമ്പോഴേ കേരളത്തിലെ KSSPU എന്ന സംഘടന ഈ വരാത്തവരുടെ അടുത്ത് നമ്മൾ ഓരോ കാര്യത്തിനായി ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ശമ്പള കമ്മീഷൻ നിയമിച്ചിട്ടില്ല, നിങ്ങളെന്താ നിയമിക്കാത്ത, അതിനെന്താ പണിയെടുക്കാത്ത, നമുക്ക് കിട്ടിയിട്ടില്ല, അതിനെന്താ നിങ്ങളൊന്നും ഉണ്ടാത്ത, അതുകൊണ്ട് ഞാൻ വരണില്ല, അതിന് ഞാൻ മെമ്പർഷിപ്പ് എടുക്കണില്ല തുടങ്ങി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ തലത്തിൽ നടത്തിവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറ്റത്തൂർ യൂണിറ്റ് തല ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. MK ബാബു, PS സുരേന്ദ്രൻ, IR ബാലകൃഷ്ണൻ, CP ത്രേസ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയമ്പളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ്, ജോബി മംഗലൻ, ജോജോ മാടവന എന്നിവർ പ്രസംഗിച്ചു. വയോധികയായ അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ. മാള വഴിദേശത്ത് കൈനാടത്തുപറമ്പ് സ്വദേശി 45 വയസ്സുള്ള ജെനിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 12-നായിരുന്നു സംഭവം. ജെനിന്റെ അമ്മ മേരിയുടെ പേരിലുള്ള വീടും സ്ഥലവും ജെനിന്റെ പേരിൽ എഴുതി കൊടുക്കുവാൻ സമ്മതിക്കാത്തതിന്റെയും പണം കടം ചോദിച്ചത് നൽകാത്തതിന്റെയും വിരോധത്തിലാണ് ജെനിൻ അമ്മയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു.
പട്ടിക കൊണ്ടുള്ള മർദ്ദനത്തിൽ മേരിയുടെ 2 വാരിയെല്ലുകൾ ഒടിഞ്ഞ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്ഥിരം മദ്യപാനിയായ ജെനിൻ ആളൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ്. ജെനിലിനെ നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. ജെനിന് ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ചതിലുള്ള കേസും കൊടകര പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും അടക്കം 3 ക്രിമിനൽ കേസുകളുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ, ജൂനിയർ SI ജി ജിഷ്ണു, സബ് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ്, തുളസി കൃഷ്ണദാസ്, മന്നാസ്, വിശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അസറ്റ് ലെഗസി എന്ന പേരിൽ ഒല്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും 25 കോടിയോളം നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ സ്ഥാപന ഉടമകൾ അറസ്റ്റിൽ. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ പെരുമ്പള്ളിശ്ശേരി സ്വദേശി ചന്തേക്കാട്ട് വീട്ടിൽ പ്രശാന്ത്, ചെയർമാനായ മാടക്കത്തറ വെള്ളാനിക്കര സ്വദേശി സിന്ധു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരടക്കമുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. 20% പലിശ വാഗ്ദാനം ചെയ്താണ് ഇവർ നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചു വരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളുടെ പെരുമ്പള്ളിശ്ശേരിയിലും വെള്ളാനിക്കരയിലുമുള്ള വീട്ടിലും സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിലും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. 60ഓളം നിക്ഷേപകരിൽ നിന്നായി പണം സ്വീകരിച്ച ശേഷം കഴിഞ്ഞ 1 വർഷത്തോളമായി പലിശയും മുതലും തിരികെ നൽകാത്തതിനെ തുടർന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഒല്ലൂർ ACP SP സുധീരൻ, ഒല്ലൂർ ഇൻസ്പെക്ടർ PM വിമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഫുഡ് ഫോർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കവല, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവയിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്ത മിശ്രിതത്തിൽ വിത്ത് വെച്ച് തയ്യാറാക്കിയ വിത്തുണ്ടകൾ വിത്തൂട്ട് പരിപാടിയുടെ ഭാഗമായി വനത്തിൽ നിക്ഷേപിച്ചു. വന്യജീവികൾക്ക് കാടിനുള്ളിൽ തന്നെ മതിയായ ഭക്ഷണം ലഭ്യമാക്കാനാണ് കാടിനനുയോജ്യമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ഉൾപ്പെടുത്തിയ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. നായാട്ടുകുണ്ട് വനപ്രദേശത്ത് നടന്ന വിത്തൂട്ട് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ, മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇൻചാർജ് KP സന്തോഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ A രാജേഷ് ജോർജ്, VH അനൂപ്, PT ബൈജു, ജോബി ജോസഫ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PG ആന്റണി, KS ദിബു, BN വിനോദ് കുമാർ, ഐശ്വര്യ വിജയൻ, NV വിനീത്, PS സനു, MC ഷനിത, VU വിത എന്നിവർ സന്നിഹിതരായി. കവലക്കട്ടി വനഭാഗത്ത് നടന്ന വിത്തൂട്ട് പരിപാടി ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സവിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക M മഞ്ജുള, അധ്യാപിക ആദിത്യ തുടങ്ങിയവർ പങ്കെടുത്തു. CPM അളഗപ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി വെണ്ടൂരിൽ ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ PK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. PS വിനോദ്, ജോഷി C മന്നളി, CV ശിവൻ, VK സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മേരിമാത ICSE സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ ICSE സോൺ ചെസ് ടൂർണമെന്റ് നടത്തി. മത്സരത്തിന്റെ ഉദ്ഘാടനം ഫാദർ ജോയ് ആലപ്പാട്ട് നിർവഹിച്ചു. മാനേജർ സിസ്റ്റർ ടിജി സമ്മാനദാനം നടത്തി. നാഷണൽ ചെസ് ഓർബിറ്ററായ പീറ്റർ ജോസഫ് മടത്തിപ്പറമ്പിൽ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സാലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ ഒന്നാമതായി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ജാൻസ് കൊളനൂർ ആയിരുന്നു പരിപാടിയുടെ കോർഡിനേറ്റർ. 16ഓളം സ്കൂളുകളിൽ നിന്നുള്ള 155ഓളം വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിൽ മത്സരിച്ചു. ചരിത്ര നിയോഗം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശുഭാംശു ശുക്ലയ്ക്ക് ആവേശഭരിതമായ സ്വാഗതം ആശംസിച്ച് വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ. ബഹിരാകാശ നിലയത്തിൽ 18 ദിവസത്തെ ദൌത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന ഇന്ത്യയുടെ അഭിമാനമായ ടീം ക്യാപ്റ്റന്റെ യാത്രാ നാൾ വഴികളിലെ പ്രധാന കാര്യങ്ങൾ ഓരോന്നായി പങ്കുവച്ചുകൊണ്ടാണ് പ്ലക്കാർഡുകൾ ഏന്തിയാണ് വിദ്യാർത്ഥികൾ ശുഭാംശുവിന് സ്വാഗതം ആശംസിച്ചത്.
സ്കൂൾ പ്രിൻസിപ്പൽ കെ രമാദേവിയുടെ നേതൃത്വത്തിൽ സയൻസ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. 6 മാസം മുൻപ് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പാട് കുയിലംപറമ്പിൽ പരേതനായ മനോജിന്റെ മകൾ 22 വയസ്സുള്ള നേഹയാണ് മരിച്ചത്. 3ാം വർഷ LLB വിദ്യാർത്ഥിനിയാണ്. പെരിഞ്ഞനം സ്വദേശി രഞ്ജിത്താണ് ഭർത്താവ്. ഞായറാഴ്ച നേഹയും ഭർത്താവ് രഞ്ജിത്തും ആലപ്പാട്ടെ വീട്ടിലെത്തിയിരുന്നു. തുടർന്ന് ഭർത്താവ് തിരിച്ചുപോയി. പിന്നീട് നേഹയെ പലതവണ വിളിച്ചിട്ടും മുറി തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ 5 മുട്ടക്കോഴികളെ വീതം 708 പേർക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ട വിതരണ ഉദ്ഘാടനം പറപ്പൂക്കര മൃഗാശുപത്രിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ഷിബ സുരേന്ദ്രൻ, ഡോക്ടർ PI ജോഷി എന്നിവർ പ്രസംഗിച്ചു. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. എല്ലാ ദിവസവും കൂട്ടുഗണപതി ഹോമം, ത്രികാല പൂജ, നിറമാല, ഭഗവതി സേവ എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ ആദ്യത്തെ 7 ദിവസം രാമായണ പാരായണവും ജൂലൈ 20 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കുന്നതാണ്. ജൂലൈ 24 വ്യാഴാഴ്ച രാവിലെ 5 മണി മുതൽ ക്ഷേത്ര കടവിൽ കർക്കിടക വാവുബലിയും ക്ഷേത്രത്തിൽ മഹാതില ഹോമവും നടക്കുന്നതാണ്. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10:30 കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. പുതുക്കാട് മുപ്ലിയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസിലേക്ക് വ്യാഴാഴ്ച മാർച്ചും ധർണയും നടത്തും. രാവിലെ 10 നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിക്കും. വട്ടനാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച നടക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ശരീരത്തിന് ആവശ്യം വേണ്ട ഒരു ധാതുവാണ് മഗ്നീഷ്യം. ശരീരത്തിൽ 300-ലധികം ജൈവരാസപ്രവർത്തനങ്ങളിൽ മഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ഊർജോൽപാദനം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രമാണ്. റിപ്പോർട്ട് കാണാം. എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗപ്രതിരോധ സംവിധാനത്തിനും ഇത് പ്രധാനമാണ്. ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് വേണ്ടത്ര മഗ്നീഷ്യം ലഭിക്കാതെ വരുമ്പോഴും ശരീരം മഗ്നീഷ്യം ആഗിരണം ചെയ്യുന്നതിൽ കുറവ് സംഭവിക്കുമ്പോഴും പല രോഗലക്ഷണങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. പേശിവലിവ്, ഞരമ്പ് കോച്ചൽ, വിറയൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ മഗ്നീഷ്യം കുറയുന്നത് മൂലം ഉണ്ടാകാം. കാലുകളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലായും കാണാറുള്ളത്. ഊർജം ഉൽപ്പാദിപ്പിക്കാൻ മഗ്നീഷ്യം അനിവാര്യമാണ്. മഗ്നീഷ്യത്തിന്റെ കുറവ് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാൻ ഇടയാക്കും. ശരീരത്തിന്റെ സർക്കാഡിയൻ താളത്തെ നിയന്ത്രിക്കാൻ മഗ്നീഷ്യം സഹായിക്കുന്നു. അതുകൊണ്ട് മഗ്നീഷ്യത്തിന്റെ അപര്യാപ്തത, ഉറക്കമില്ലായ്മ, അസ്വസ്ഥമായ ഉറക്കം തുടങ്ങിയവയിലേക്ക് നയിച്ചേക്കാം. നാഡീവ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് മഗ്നീഷ്യം പ്രധാനമാണ്. മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപാദനത്തിലും മഗ്നീഷ്യം ആവശ്യമായതിനാൽ ഇതിൽ കുറവുണ്ടാകുന്നത് ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിക്കും. മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മഗ്നീഷ്യം. അതുകൊണ്ട് ഇത് കുറയുമ്പോൾ മൈഗ്രെയിന്റെ തീവ്രത വർദ്ധിക്കും. മഗ്നീഷ്യം കുറയുന്നത് മലബന്ധത്തിന് കാരണമാകും. മഗ്നീഷ്യം കുറയുന്നത് മൂലം ടൈപ്പ് 2 പ്രമേഹത്തിലേക്കും നയിച്ചേക്കാം. ചിയാവിത്തുകൾ, വാഴപ്പഴം, ഇലക്കറികൾ, ബദാം, മുരിങ്ങയില, മത്തങ്ങ വിത്തുകൾ, ഡാർക്ക് ചോക്ലേറ്റ്, അവക്കാഡോ എന്നിവയിൽ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ ദൈനംദിന ഡയറ്റിൽ ചേർക്കുന്നത് മികച്ചതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അളകപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ ഗസ്റ്റ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് തസ്തികകളിലെ ഒഴിവിലേക്ക് വെള്ളിയാഴ്ച ഇന്റർവ്യൂ നടത്തുന്നു. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ബന്ധപ്പെട്ട വിഷയത്തിൽ AICTE നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഫസ്റ്റ് ക്ലാസോടെ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ, ആധാർ, പാൻ കാർഡ്, ബയോഡാറ്റ തുടങ്ങിയ അപേക്ഷയും സഹിതം വെള്ളിയാഴ്ച രാവിലെ 10 പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന എഴുത്തു പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിലും ഹാജരാവുക. ഫോൺ
9446073450. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കായിക അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിൽ കായിക അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ജൂലൈ 21 രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. BPEd, MPEd, തത്തുല്യ യോഗ്യത, കേട്ടറ്റ് കാറ്റഗറി 4 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,100 രൂപയും പവന് 72,800 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ പാലക്കപ്പറമ്പ് തട്ടാപ്പറമ്പിൽ തോമസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബേബിയാണ് ഭാര്യ. സിബി മകളും സുധീഷ് മരുമകനുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് നരിപ്പറ്റ വാരിയം പുതിയേടത്ത് അച്യുത വാര്യർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8-ന് സ്വവസതിയിൽ. നരിപ്പറ്റ വാരിയത്ത് പരേതയായ ശ്രീദേവി വാരസ്യാരാണ് ഭാര്യ. മിനി, മനോജ് കുമാർ, അജിത് കുമാർ എന്നിവർ മക്കളും ചന്ദ്രൻ, ധന്യ, ശാലിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാസവള വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കേരള കർഷക സംഘം പോസ്റ്റ് ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മാസം മുമ്പ് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.